ഹായ് എവരി വൺ. അപ്പോൾ നമ്മളുടെ മാജിക് 19 ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് വീഡിയോ ലെസ് ദാൻ 1 മിനിറ്റ് ആയതുകൊണ്ട് ഷോർട്സിലാണ് പോയത്. അപ്പോൾ എനിക്ക് തോന്നി മാജിക് 19 ഒന്നുകൂടി വീഡിയോ ആയിട്ട് ചെയ്യണം. കാരണം നമ്മൾ പ്ലേലിസ്റ്റിൽ നോക്കുമ്പോൾ 19 മിസ്സിങ് ആണ്. മാജിക് 19 ഈസി കാര്യമാണ് പറയുന്നത്. മാജിക്കലായിട്ടുള്ള ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക്, നന്ദി പറഞ്ഞത് കൊണ്ട് നടക്കുക, അതാണ് മാജിക് 19 ഡേ പറയുന്നത് കേട്ടോ. മാജിക് വാക്കാണ്. എന്താണ് മാജിക് വാക്ക്? നമ്മളുടെ ഇപ്പോൾ 1 ഇയർ എന്ന് പറയുമ്പോൾ 365 അല്ലെങ്കിൽ 66 ദിവസമുണ്ട്. ഇതിൽ ഒരുപാട് സെക്കൻഡ്സ്, ഒരുപാട് മിനിറ്റ്, ഒരുപാട് മണിക്കൂർ നമ്മൾ നടക്കുന്നതുണ്ട്, ഇരിക്കുന്നതുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു മൊമെൻറ്റിനും ആ ഒരു സമയത്തിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മുടെ ലൈഫിൽ നടന്നിട്ടുള്ള ഓരോ ചീത്തയായിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ നല്ല ബ്ലെസ്സിങ്സ് കിട്ടി എന്തൊക്കെ ആലോചിച്ച് നന്ദി പറയാം. പോസിറ്റീവായ കാര്യങ്ങൾക്ക് മാത്രമല്ല നന്ദി പറയേണ്ടത്, നെഗറ്റിവിറ്റി എപ്പോഴും നിങ്ങൾക്ക് പെയിൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പെയിൻ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ എവിടെയാണ് എത്തിച്ചേരേണ്ടത് അവിടേക്ക് നിങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരിക്കും. സോ വിച്ച് മീൻസ് ഇറ്റ്സ് വെരി ഗുഡ്, നല്ലതാണ്. ആ ഒരു ബാഡ് പാർട്ടും നല്ലതായിരുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്ദി പറയുക. എങ്ങനെയാണ് നന്ദി പറയേണ്ടത്? ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈവനിങ്ങോ ഒക്കെ അല്ലെങ്കിൽ മോർണിംഗോ ഈവനിങ്ങോ നിങ്ങൾക്കൊരു സമയം ചൂസ് ചെയ്തിട്ട് നിങ്ങൾ വാക്കിങ്ങിനൊക്കെ പോകില്ല. ശ്രദ്ധിക്കുക, വാക്കിങ്ങിന് പോകുന്ന സമയത്ത് ഞാനിവിടെ കാണാറുണ്ട്, ഈ ഭാഗത്ത് ഒരുപാട് പേര് നടന്നു പോകുന്നത് കാണാം. ഈ നടന്നു പോകുമ്പോഴും അപ്പുറത്തെ വിശേഷങ്ങളും ഓഫീസിലത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞവർ കൂടുതൽ ടെൻസ്ഡ് ആയിട്ടാണ് പോകുന്നത്. ഞാൻ കണ്ടവരിലൊക്കെ അങ്ങനെയാണ്. ആ സമയത്ത് നമ്മൾ ഓരോരുത്തർ വിളിക്കുന്നു, സംസാരിക്കുന്നു. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരിക്കും BP ഉള്ളവരും അല്ലെങ്കിൽ ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളത് വാക്കിങ്ങിന് പോകണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നുണ്ടായിരിക്കുക. നിങ്ങൾ ആ വാക്കിംഗ് ചെയ്യുന്ന സമയത്ത് വേറെ തോട്ട്സ് അല്ലെങ്കിൽ വേറെ ആൾക്കാരുടെ കാര്യം സംസാരിച്ച് അല്ലെങ്കിൽ ബിസിനസ്സിൽ നഷ്ടം അല്ലെങ്കിൽ എന്തെങ്കിലും ഫിനാൻഷ്യൽ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എഗെയിൻ ഒരു പെയിനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ടെൻഷൻ എനർജിയാണ്. ഈ ടെൻഷൻ എനർജി വെച്ചിട്ട് നിങ്ങൾ നടന്നത് കൊണ്ട് നിങ്ങൾക്ക് തടി കുറയില്ല, കൂടുതൽ BP കൂടാനും ഷുഗർ കൂടാനും ഒക്കെ ചാൻസസ് വളരെ ഹൈ ആണ്. സോ 10 മിനിറ്റ് നടക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങനത്തെ ടോക്സ് ഇല്ലാതെ ഫ്രീ ആയിട്ട് നടക്കാം. മാക്സിമം ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്. നല്ല പാട്ടൊക്കെ വെച്ച് നല്ല ചിൽ ചെയ്ത് നടക്കാം. ഇത് ഞാൻ കാണുന്നതാണ് ഇവിടെ. അപ്പോൾ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ മാജിക് പ്രാക്ടീസ് നോക്കിയപ്പോൾ മാജിക് 19 കാണാനില്ല. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാമെന്ന് കരുതി. അപ്പോൾ വാക്ക് ചെയ്യാൻ നടക്കുമ്പോൾ ഓരോ സ്റ്റെപ്സ്, ഇനിയിപ്പോൾ നിങ്ങൾക്ക് നടക്കാനുള്ള സൗകര്യമില്ല, വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വീടിൻ്റെ ഉള്ളിൽ റൂമിൽ നിന്ന് കിച്ചണിലേക്ക് വാഷ്റൂമിലേക്കൊക്കെ പോകുമ്പോഴും താങ്ക് യു എന്ന് പറയും. യൂണിവേഴ്സിൻ്റെ ലൈഫിൽ കിട്ടിയിട്ടുള്ള എല്ലാ ബ്ലെസ്സിങ്സും ഒരുപാട് നന്ദി, താങ്ക് യു. കാരണം നമ്മളെപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇപ്പോൾ ഒരുപാട് ആക്സിഡൻറ്റ്സ്, പല രീതിയിലുള്ള കാര്യങ്ങൾ ലൈഫിൽ വരുന്നുണ്ട്. സഡനായിട്ട് നമ്മൾ പോലും പ്രതീക്ഷിക്കുന്നില്ല. ഇന്ന് വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു ലൈഫാണ്. അപ്പോൾ നമ്മൾ എല്ലാത്തിനും നന്ദി പറഞ്ഞ് സറണ്ടർ ചെയ്യുമ്പോൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. മനസ്സിലായോ? അനാവശ്യമായിട്ടുള്ള ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒന്നും നിങ്ങളുടെ ലൈഫിലേക്ക് വരില്ല. റദർ ദാൻ കർമ്മ ഉണ്ടെങ്കിൽ പറയാൻ സാധിക്കില്ല. പക്ഷെ പറയുന്നത് നമ്മുടെ ലൈഫിൽ കിട്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നിങ്ങൾ ഓർത്ത് നന്ദി പറയാം. ആരും അത് ചെയ്യില്ല. എല്ലാവരും ഈ പ്രോബ്ലംസിലേക്ക് മാത്രം നോക്കി ഇങ്ങനെ വന്നല്ലോ അങ്ങനെ വന്ന് കുറ്റപ്പെടുത്തൽ മാത്രമാണ്. തിരിച്ച് അവരുടെ ലൈഫിൽ ഇപ്പോൾ നന്നായി കാഴ്ചയുണ്ട്. ഇപ്പോൾ കണ്ണിന് ഷോർട്ട് സൈറ്റൊക്കെ ഉള്ളവർ ആഗ്രഹിക്കും നല്ലൊരു നോർമൽ വിഷൻ വരാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ നമുക്കതൊക്കെ ഉണ്ട്. അതൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല. ഏതോ ഒരു കാര്യം നഷ്ടപ്പെട്ടതിനെ കുറിച്ച് ചിന്തിക്കുന്നു. സോ ബെറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിൻ്റെ സമയത്ത് ചിന്തിക്കാതെ എപ്പോഴും നല്ലത് താങ്ക് യു. എല്ലാത്തിലും എല്ലാ മംഗളത്തിലും ഒരു മംഗളമുണ്ട്. സോ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ഓരോ സെക്കൻഡ്സും താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു സോ മച്ച്, ഐ എം സോ ബ്ലെസ്ഡ്. ഇതെങ്കിൽ നിങ്ങൾ പറയാം കേട്ടോ, ഞാൻ ബ്ലെസ്ഡ് ആണ്, മീൻസ് എനിക്ക് അനുഗ്രഹീതമായിട്ടൊരു സോളാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. നന്നായി വാക്ക് ചെയ്യുക. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിന് ഫ്രണ്ട്സൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ നിങ്ങൾ വാക്കിങ്ങിനൊക്കെ പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു പറയാതെ നമ്മളൊന്നും ഡിസ്കസ് ചെയ്യരുത് കേട്ടോ. കാരണം വിഷമമുള്ള കാര്യങ്ങളോ മറ്റുള്ളവർ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള എനർജി നമ്മുടെ ശരീരത്തേക്ക് വരുന്നതാണ്. സോ നമ്മളിവിടെ ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ നല്ലൊരു റിലാക്സേഷൻ വരുന്നതാണ്. സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലേക്ക് വരാതിരിക്കുക. കാരണം നിങ്ങൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് കഴിഞ്ഞതിന് ശേഷം പിന്നെ നിങ്ങൾക്ക് ഭയങ്കര തലവേദനയോ അല്ലെങ്കിൽ ഡിസ്റ്റർബൻസസ് വരുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക നിങ്ങളുടെ ആ വാക്ക് നല്ലൊരു വാക്കായിട്ടുണ്ടായിരുന്നില്ല എന്ന് മനസ്സിലാക്കുക. ഞാനിവിടെ കാണുന്ന കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക, നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുമ്പോൾ അതിൽ റിലാക്സ് ചെയ്ത് താങ്ക് യു അതിലേക്ക് ഫോക്കസ് ചെയ്ത് ചെയ്യുക. ഓക്കെ, അപ്പോൾ വീട്ടിൽ നിന്ന് ഞാൻ പറയുന്ന പോലെ നടക്കാൻ പറ്റാത്തവരാണെങ്കിൽ നമ്മൾ വീടിനുള്ളിൽ നടക്കുമല്ലോ, അതും ഒരു ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് തന്നെയാണ്. താങ്ക് യു പറഞ്ഞ് താങ്ക് യു ഇസ് എ മാജിക്കൽ വേർഡ്. ഇതൊക്കെ ഈ ഒരു മാജിക് പ്രാക്ടീസ് നിങ്ങൾ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ഈ ഇതിലത്ത് പറയുന്ന ഓരോ പോയിൻറ്റ്സും നിങ്ങൾ ലൈഫിൽ ഡെയിലി ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരുപാട് ചേഞ്ചസ്, മിറാക്കുലസ് ചേഞ്ചസ്, ജോലി കിട്ടാൻ ഒരു ഓപ്ഷനും ഇല്ല.
പക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് ജോലിയിലേക്ക് കയറാൻ സാധിക്കും. അങ്ങനെ ഒരുപാട് പേർക്ക് മിറാക്കിൾസ് സംഭവിച്ചിട്ടുണ്ട്. ഹെൽത്ത് കണ്ടീഷനായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് ബ്ലെസ്സിങ്സായിട്ട് ഇങ്ങനെ ആണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് അതൊക്കെ മാറുന്നു കാണും. ഹെൽത്ത് എന്തുകൊണ്ടാണ് വരുന്നത്? കർമ്മ. നിങ്ങൾ ചെയ്യുന്ന തന്നെ കർമ്മത്തിൻ്റെ എനർജി സഹിക്കാൻ പറ്റാതെയാണ് ആരോഗ്യത്തിന് പിടിച്ച് അവിടെ നിലത്ത് ഇടുന്നത്. സോ നിങ്ങൾ താങ്ക് യു എന്നുള്ള മാജിക്കൽ വേർഡ്, താങ്ക് യു ഈസ് ഈക്വൽ ടു വൈബ്രേഷണൽ ഫ്രീക്വൻസിയാണ്, വൈബ്രേഷണൽ ബാങ്കാണ്. നമ്മളുടെ ഏറ്റവും വലിയ സേവിങ്സ് ബാങ്ക് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. സോ ഗ്രാറ്റിറ്റ്യൂഡ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. സോ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് എന്ന് പറയുമ്പോൾ നന്ദി പറഞ്ഞത് കൊണ്ട് നടക്കുക. താങ്ക് യു യൂണിവേഴ്സിൻ്റെ ലൈഫിൽ നല്ലൊരു വീടുള്ളതിന് ഒരുപാട് നന്ദി, കറണ്ട് ഉള്ളതിന്, വെള്ളം കുടിക്കാൻ സാധിക്കുന്നതിന്, ത്രോട്ടൊക്കെ ചിലർക്ക് ഓപ്പറേഷനൊക്കെ ചെയ്തിട്ട് വെള്ളം ഇറക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ട്, ക്ലിനിക്സിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ കാണാറുണ്ട്. അങ്ങനെ പല കേസസ്. കയ്യിനും കാലിനൊക്കെ നന്ദി പറയുക. കാരണം എപ്പോൾ വേണമെങ്കിലും ആ ഒരു ചെറുതായിട്ട് ആ ലിഗമെൻ്റ് ഇതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പെയിൻ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ നന്ദി പറയുക. കിഡ്നി, ലിവർ, ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ കുറേ ഓർഗൻസ് ഉണ്ട്. കിഡ്നി, ലിവർ, യൂട്രസിന്, കുറേ സ്ത്രീകൾക്ക് യൂട്രസിൻ്റെ പ്രോബ്ലംസാണ്, സാക്രൽ ചക്രയിലുള്ള പ്രോബ്ലംസാണ് മിക്കത് യൂട്രസിലേക്കൊക്കെ വരുന്നത്, സപ്രസ് ചെയ്ത് വെച്ചിട്ടും. അത് വേറെ ടോപ്പിക്. അപ്പോൾ നിങ്ങളതിനോടൊക്കെ നന്ദി പറ. താങ്ക് ഇതുവരെ എനിക്ക് എൻ്റെ കൂടെ നിന്നതിനും എൻ്റെ കൂടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് നിങ്ങൾ നന്ദി പറയുമ്പോൾ നിങ്ങളുടെ അസുഖങ്ങൾ കംപ്ലീറ്റ്ലി മാറും. അവർ ടേക്ക് കെയർ ചെയ്യാതെ ആകുമ്പോഴാണ് അവർ അസുഖങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ അതിനെ ശ്രദ്ധിക്കുന്നത്. കാലിനോട് ഏറ്റവും കൂടുതൽ നന്ദി പറയണം. കാരണം നമുക്ക് ഭൂമിയുമായി ടച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ലെഗാണ് അല്ലേ, ആ ഒരു കാലുകളാണ് പ്രകൃതിയുമായിട്ട് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ ചെരുപ്പിടാതെയൊക്കെ നിങ്ങൾക്കിപ്പോൾ നടന്നു പോയിട്ടൊരു പ്ലേസിൽ ഇരിക്കുകയാണ്, പൂഴിയോ അല്ലെങ്കിൽ ഒരു നാച്ചുറൽ ഫ്രണ്ട്ലിയുടെ സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിൽ കാല് ഒന്ന് ആ പൂഴിയിലേക്ക് ഇങ്ങനെ താഴ്ത്തി ഇറങ്ങിയിട്ട് വെക്കുകയാണെങ്കിൽ ഗ്രൗണ്ടിങ് ആണ്. പ്രകൃതിയും നിങ്ങളും തമ്മിലുള്ള കണക്ഷൻസാണ്. അവിടെ നമ്മൾക്ക് തോന്നുന്ന ഒരു പൂഴിയിൽ കാല് വെച്ചേക്കുകയാണ്, പക്ഷെ അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എനർജി അവിടെ ബാലൻസ് ആവുന്നുണ്ട്, ഗ്രൗണ്ടിങ് ഒക്കെ നടക്കുന്നുണ്ട്. സോ ഗ്രാറ്റിറ്റ്യൂഡ് വർക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. അത് മനസ്സിലാക്കി നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മീനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നതാണ്. താങ്ക് യു പറയുന്ന ഒരു സമയം വിട്ട് കളയാതിരിക്കുക. താങ്ക് യു എന്ന് പറയുക. ഗ്രാറ്റിറ്റ്യൂഡോടെ പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇന്നർ പീസ് ഇങ്ങനെ ധാരാളമായിട്ട് വർദ്ധിക്കും. ഇന്നർ പീസാണ് ലൈഫിൽ വേണ്ടത്. ഓക്കെ, ഇന്നർ പീസ് ഇങ്ങനെ കൂടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, സോ താങ്ക് യു. ഗ്രാറ്റിറ്റ്യൂഡ് വാക്കാണ് പറയുന്നത്. നന്നായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് ചെയ്യുക. ശരിക്കും അതൊരു പാർട്ടാക്കുക. നന്ദി പറഞ്ഞത് കൊണ്ട് താങ്ക് യു. അതുപോലെ നിങ്ങൾക്ക് നല്ല വൈബ്രേഷൻ മ്യൂസിക്സ് 111 ഹേർട്സോ അല്ലെങ്കിൽ 432 ഹേർട്സ് ഒക്കെ നല്ല ഫ്രീക്വൻസീസ് ചെവിയിൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഫാസ്റ്റ് സോങ് കേൾക്കുക. നിങ്ങൾക്ക് നല്ല പ്രചോദനം തരുന്ന അല്ലെങ്കിൽ നല്ല മോട്ടിവേഷൻ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവില്ലേ, അങ്ങനെ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഓക്കെ, നെഗറ്റീവായിട്ടോ വിഷമങ്ങളോ ആ സമയത്ത് ആരുടെയും വോയിസ് റെക്കോർഡ് കേൾക്കാതിരിക്കുക. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അങ്ങനത്തെ കാര്യങ്ങൾ പതിക്കുന്നതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനെ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡ് വാക്കിൽ നിന്ന് പ്രത്യേകിച്ച് ഒരു ഗുണവും കിട്ടില്ല. അവിടെ കാണുന്നതാണ്, ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ നടക്കാൻ പോകുമ്പോൾ അവരൊരു കുറ്റങ്ങളൊക്കെ പറഞ്ഞ് ഉറക്കെ പറഞ്ഞ് പോകണമെന്ന് കേൾക്കും. അപ്പോൾ ചുമ്മാ നടക്കുന്നു, കൂടുതൽ എനർജി അവരുടെ ആ ലെവൽ അഗെയിൻ കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വാക്ക് നന്ദി പറഞ്ഞത് കൊണ്ടാണ്, മറ്റുള്ളവർ കുറ്റം പറഞ്ഞിട്ടുള്ള വാക്കല്ല കേട്ടോ, ഗ്രാറ്റിറ്റ്യൂഡ് വാക്കാണ്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് തന്നെ നിങ്ങൾ പറയാം. നിങ്ങളോട് നന്ദി പറയുക. ഇതൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം ലഭിച്ചതിനും യൂണിവേഴ്സിനോട് നന്ദി പറയുക. താങ്ക് യു. നമ്മൾ നന്ദി പറയുമ്പോൾ നമ്മുടെ മക്കളുടെ മക്കൾക്കൊക്കെ നമ്മൾ മരണപ്പെട്ടു പോയാലും ആ ഒരു വൈബ്രേഷൻസ് അവരിങ്ങനെ എപ്പോഴും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളതൊക്കെ ഒന്ന് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതാണ് മാജിക് 90 പ്രാക്ടീസസ്. ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തു, പക്ഷേ 1 മിനിറ്റിനൊക്കെ ലെസ് ആയതുകൊണ്ട് ഷോർട്ടിലാണ് വന്നത്. അപ്പോൾ ഞാനൊരു പ്ലേലിസ്റ്റിൽ സേവ് ചെയ്യാൻ നോക്കിയപ്പോൾ 19th വീഡിയോ കാണാറില്ല. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് വർക്ക് ആണെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പറയുന്നത്, ഓരോ സെക്കൻഡും ഓരോ മിനിറ്റും താങ്ക് യു എന്ന് പറയാം. കാരണം നാളെ അല്ലെങ്കിൽ നെക്സ്റ്റ് നിമിഷം നമ്മളുണ്ടോ എന്ന് പറയാൻ സാധിക്കും. ഉള്ള ലൈഫ് ടൈം അല്ലെങ്കിൽ ഉള്ള സെക്കൻഡ്സ് നമുക്ക് ഓഫർ ചെയ്ത യൂണിവേഴ്സിനോട് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. നിങ്ങളുടെ ആരാണോ ആ ഒരു യൂണിവേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ആരെയും വിശ്വസിക്കുന്നില്ലെങ്കിൽ ആ ഒരു എനർജിയെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ താങ്ക് യു പറയാം. ഓക്കെ, സോ താങ്ക് യു.